കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറെ SFI തടഞ്ഞിരിക്കുകയാണ്. നാടകീയമായ രംഗങ്ങളാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. നേരത്തെ സെനറ്റ് യോഗത്തിലും പ്രതിഷേധം ഉണ്ടായിരുന്നു. സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങളായിരുന്നു. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ഇപ്പോൾ SFI വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നുവെന്ന് നേരത്തെ തന്നെ വൈസ് ചാൻസലർക്കെതിരെ SFI ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഡീനിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്കെതിരെ SFI പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനെ പുറത്താക്കണമെന്ന് ഇടത് അംഗങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് SFIയുടെ പ്രതിഷേധം. ഡീനിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുന്നതും കാണാമായിരുന്നു. സെനറ്റ് യോഗത്തിൽ ആരോപണ വിധേയയായ ഡീൻ CN വിജയകുമാരി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ജാതി വിവേചനം നേരിട്ടുവെന്ന് കാണിച്ച് വിപിൻ വിജയൻ നൽകിയ പരാതിയിൽ ഡീനിനെ പ്രതിചേർത്ത് നേരത്തെ പോലീസ് കേസ് എടുത്തിരുന്നതാണ്. ഇപ്പോൾ ഡീനിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. കേരള തത്സമയ ദൃശ്യങ്ങളാണ് കേരള സർവകലാശാല ക്യാമ്പസിൽ നിന്ന് കാണുന്നത്.
കാറിനുള്ളിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലുണ്ട്. SFIക്കാരാണ് പ്രതിഷേധം നടത്തുന്നത്. ഡീനിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം. സാരംഗ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, വൈസ് ചാൻസലർ കാറിനുള്ളിൽ ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. SFIയുടെ നിലപാട് എന്താണ്? പിന്മാറില്ല എന്നാണോ? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു ഇപ്പോൾ? തീർച്ചയായും മഞ്ജുഷ്, ഇത്തരത്തിലൊരു പ്രകോപനമായ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. അതായത് VCയെ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൽ നിന്നും പോകാൻ സമ്മതിക്കില്ല. ഈ ഒരു ഡീൻ വിഷയത്തിൽ, ഈ ജാതി അധിക്ഷേപ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുക, ഒപ്പം തന്നെ പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് SFI തുടക്കം തൊട്ട് തന്നെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ VCയുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തകരെ കൊണ്ടുപോകുന്ന, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസിന്റെ വാഹനമടക്കം തടയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ യാതൊരുവിധ തരത്തിലും ഈ സമരം അവസാനിപ്പിക്കില്ല, ഈ ഒരു നിലപാട് മാറ്റുന്നതുവരെ, അതായത് ഈ ഒരു ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തിരുത്തുക എന്ന് തന്നെയാണ് ഈ ഒരു SFI പ്രവർത്തകരുടെ ആവശ്യം. ഇപ്പോൾ VCയുടെ വാഹനം പുറത്തേക്ക് കടക്കുകയാണ്. ഈ ഒരു പ്രതിഷേധം കടന്നുകൊണ്ട് ഈ വാഹനം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തകരെ തൊട്ടടുത്തുള്ള ബസ്സിൽ നിന്ന് കയറ്റിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കനത്ത പോലീസ് സന്നാഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻപ് തന്നെ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ ഇവിടെ ധാരാളമായി എത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രതിഷേധക്കാരും ഇത്തരത്തിൽ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കാണുന്നത് VCയുടെ വാഹനം വീണ്ടും പ്രതിഷേധം തടയാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ VC എവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ വീണ്ടും വാഹനം തടയുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പല ഭാഗത്തു നിന്നും, പല കോളേജിൽ നിന്നും സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികളും പ്രമുഖ നേതാക്കൾ, ശിവപ്രസാദ് അടക്കമുള്ള പല നേതാക്കൾ അടക്കം നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഇത് തൊട്ട് മുൻപ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുൻപ് നടന്ന പ്രതിഷേധ മാർച്ചിൽ ഈ ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്താതെ നോക്കണം എന്ന് VCയോട് ഇത്തരത്തിലൊരു ഭീഷണി സ്വരത്തിലൊരു പ്രഖ്യാപനമടക്കം ഉണ്ടായിരുന്നു. അതായത് ഇതിൽ കൃത്യമായ നിലപാട് എടുത്തില്ല എങ്കിൽ, അതായത് സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ള അജണ്ടകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നഖശികാന്തം എതിർക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയടക്കം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മുൻ VCയുടെ ഒരു അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയ ഇപ്പോഴത്തെ VC തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഔദ്യോഗിക വാഹനം തടഞ്ഞുകൊണ്ട് SFI പ്രവർത്തകർ പെട്ടെന്ന് വാഹനത്തിന് മുൻപിലേക്ക് എത്തുകയും തുടർന്ന് പോലീസുമായി ഒന്നും തള്ളും ഉണ്ടാവുകയായിരുന്നു. ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു. വാഹനം ചെറിയ രീതിയിലാണെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ട്. വാഹനത്തിന് കേടുപാടുകൾ വരുത്തുന്ന തരത്തിലേക്ക് വാഹനത്തിൽ അടിച്ചും മറ്റും പുറത്തേക്ക് ഇറങ്ങി വരാനടക്കം ആക്രോശിക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പതിയാണെന്നുണ്ടെങ്കിലും വാഹനം പുറത്തേക്ക് പോകുന്ന ദൃശ്യം കാണാൻ കഴിയുന്നു. ഇതിനൊപ്പം തന്നെ ഈ ഒരു ആരോപണ വിധേയയായ ഈ ഒരു ഡീനടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവർക്കെതിരെയും മുദ്രാവാക്യം ഉയർന്നിരുന്നു. ഇപ്പോൾ VCയെ തടയുന്ന ഒരു ദൃശ്യം. ഇപ്പോൾ VC യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. പോലീസ് അകമ്പടിയോടെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. പ്രവർത്തകർ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും പക്ഷേ വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതോടെ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ കാറിലുള്ളപ്പോൾ തന്നെ VCയുടെ വാഹനം തടയുകയായിരുന്നു SFI. അതിശക്തമായ പ്രതിഷേധമാണ് സർവകലാശാല ക്യാമ്പസിൽ നിന്നുണ്ടായിരുന്നത്. വൈസ് ചാൻസലറെ വെളിയിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന മുദ്രാവാക്യമാണ് SFI ഉയർത്തിയിരിക്കുന്നത്. ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണം എന്നാണ് SFIയുടെ ആവശ്യം. അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രാവിലെ ഇതേ ആവശ്യം ഉന്നയിച്ചതാണ്. സെനറ്റ് യോഗത്തിൽ ഇന്ന് നാടകീയമായ രംഗങ്ങളും കാണാനായിരുന്നു. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഡീനിനെ പിന്തുണച്ച് BJP അംഗങ്ങളും രംഗത്ത് വന്നിരുന്നു. വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയാണെന്ന BJP സിൻഡിക്കേറ്റ് അംഗം TG വിനോദ് കുമാറിന്റെ പരാമർശം വിവാദമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ഇപ്പോൾ. TG വിനോദ് കുമാർ. ജാതി ഉള്ളവര് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണ്ട. കണ്ടോ, ഉത്തരം കിട്ടുമ്പോ കുഞ്ഞിനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല.